Hi all, welcome to once KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേ ആൻഡ് ജിയോമാറ്റിക്സിലെ 4th മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിലബസ് നോക്കാം. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്കും കർവ് സർവിങ് ആണ് മെയിനായിട്ട് വരുന്നത്. കർവ് സർവിങ്, അപ്പോൾ അതിനകത്ത് അതിൻ്റെ എലമെൻറ്റ്സ് ഇപ്പോൾ പലതരത്തിലുള്ള കർവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് കർവ്സ്, ട്രാൻസിഷൻ കർവ്സ്, റിവേഴ്സ് കർവ് എക്സെട്ര. അത് കഴിഞ്ഞ ശേഷം പിന്നെ ടോട്ടൽ സ്റ്റേഷൻ്റെ അതിനെ പറ്റിയിട്ടാണ്, അതിൻ്റെ കോൺസെപ്റ്റ് ഓഫ് EDM ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് സാധാരണ ചോദിച്ചു വരുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ 3 മാർക്സിൻ്റെ പാർട്ട് എയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കസ് ദ പ്രിൻസിപ്പിൾ ഓഫ് EDM. അതാ EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, EDM എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസിബിൾ റേസ് പോലെ UV റേസ്, ഇൻഫ്രാറെഡ് റേസ്, എക്സ് റേസ്, പല തരത്തിലുള്ള ഒരു സ്പെക്ട്രം ഓഫ് റേസ് ആണല്ലേ. അപ്പോൾ അതിനകത്ത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, അതിൻ്റെ അതിപ്പോൾ പലതരത്തിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ വിസിബിൾ റേസ് പറഞ്ഞു, ഇൻഫ്രാറെഡ് പറഞ്ഞു, അൾട്രാ വയലറ്റ് റേസ് പറഞ്ഞു. അപ്പോൾ പല റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സർവേയിങ് നടത്തുന്നു. അതിനെയാണ് EDM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ 2 പോയിന്റ്സ് തമ്മിലുള്ള എലിവേഷൻസ് മെഷർ ചെയ്യുന്നത്, ഇതൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണയായിട്ട് എങ്ങനെയാണ് ഒരു മെഷർമെൻറ്റ് നടത്തുന്ന, ഒരു ചെയിൻ, ഒരു ടേപ്പൊക്കെ വെച്ച് നമ്മൾ ഫിസിക്കലി പോയിട്ട് 2 പോയിന്റിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നു. അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു EDM ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്യുന്നു. ആ EDM ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏത് പോയിന്റിലേക്കാണോ ഡിസ്റ്റൻസ് അളക്കേണ്ടത് ആ പോയിന്റിൽ നമ്മൾ സൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡയറക്റ്റ്ലി അവിടെ നമ്മൾ ഫിസിക്കലി നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് ചെല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കാം, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുക്കാം, ആംഗിൾസ് മെഷർ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതേപോലത്തെയുള്ള സർവേസ്, അല്ലെങ്കിൽ അതേപോലത്തെയുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന EDM ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ is a technology used for measuring the distance between 2 points using electromagnetic waves. Okay, the basic principle of EDM involves the transmission of an electromagnetic signal. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ എന്ത് ചെയ്യുന്നു, സിഗ്നൽ നമുക്കൊരു റിസീവർ ഉണ്ടാവും, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, ടു എ റിഫ്ലക്ടർ പ്ലേസ്ഡ് അറ്റ് ദി ടാർഗറ്റ് പോയിന്റ്, ആൻഡ് ദെൻ ദ റിസപ്ഷൻ ഓഫ് ദി റിഫ്ലക്റ്റഡ് സിഗ്നൽ ബൈ എ റിസീവർ അറ്റ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ എന്ത് ചെയ്യുന്നു, അതിനകത്ത് നമുക്കറിയാം, അതിനകത്തൊരു ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. അപ്പോൾ ഈ സിഗ്നൽ അവിടെ പോയി നമ്മൾ മെഷർ ചെയ്യേണ്ട ഡിസ്റ്റൻസിൽ പോയിട്ട് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനെ ഒരു ഇലക്ട്രോണിക് സിഗ്നലാക്കി മാറ്റി, ആ ഇലക്ട്രോണിക് സിഗ്നലിനെ നമ്മൾ ഒരു കറസ്പോണ്ടിങ് ഇതിനകത്തേക്ക് മാറ്റി, വേറെ ഒന്നുമില്ല, അത് പോയ ഡിസ്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ ടൈം, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഡിസ്റ്റൻസ് കിട്ടില്ല. വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ EDM ഇൻസ്ട്രുമെന്റ് സെൻസ് ഔട്ട് എ മോഡുലേറ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതൊരു മോഡുലേറ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ത് ചെയ്യും, അത് സെൻഡ് ചെയ്യും. ദാറ്റ് ട്രാവൽസ് ത്രൂ ദി എയർ ആൻഡ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഫ്രം ദി റിഫ്ലക്ടർ. അപ്പോൾ നമുക്ക് ഏത് പോയിന്റിലേക്കാണോ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്, അവിടെ നമ്മളൊരു റിഫ്ലക്ടർ വയ്ക്കുന്നുണ്ട്. ആ റിഫ്ലക്ടറിൽ തട്ടി നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ഫ്രം ദി റിഫ്ലക്ടർ അറ്റ് ദി ടാർഗറ്റ് പോയിന്റ്, നമ്മുടെ സ്റ്റേഷൻ ഇരിക്കുന്ന പോയിന്റിലേക്ക് അത് തിരിച്ചെത്തുന്നു. ഓക്കെ, ദ ഇൻസ്ട്രുമെന്റ് ദെൻ മെഷേഴ്സ് ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ ദ വേവ് ടു ട്രാവൽ ഫ്രം ഇൻസ്ട്രുമെന്റ് ടു റിഫ്ലക്ടർ ആൻഡ് ബാക്ക് അഗെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രുമെന്റ് എന്താ മെഷർ ചെയ്യുന്നത്, ഇതിന്റെ ടൈമാണ് മെഷർ ചെയ്യുന്നത്. ടൈം മെഷർ ചെയ്യും, അതായത് അങ്ങോട്ട് പോകാനുള്ള എടുത്ത ടൈമും തിരിച്ചു വരാനെടുത്ത ടൈമും. ഓക്കെ, രണ്ടും മെഷർ ചെയ്തു ബൈ മൾട്ടിപ്ലൈങ് ദ ടൈം ടേക്കൺ ബൈ ദി സ്പീഡ് ഓഫ് ദി ലൈറ്റ്. നമുക്കറിയാം സ്പീഡ് ഓഫ് ദി ലൈറ്റ്, നമുക്കറിയാം ആ സ്പീഡ് ഓഫ് ദി ലൈറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടൈം ടേക്കൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്ട്രുമെന്റ് ആൻഡ് ദ റിഫ്ലക്ടർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആക്യുറേറ്റ്ലി. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഓഫ് ദി ലൈറ്റ് അറിയാം, സ്പീഡ് ഓഫ് ദി ലൈറ്റ് അറിയാം, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് അറിയാം. അതിനെ ഇൻറ്റു ടൈം ടേക്കൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് D is equal to V into T. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത്, മീറ്റർ പെർ സെക്കൻഡ് ബൈ ഇൻറ്റു സെക്കൻഡ്, വിച്ച് ഗീവ്സ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഒരു മോഡുലേറ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൊടുക്കുന്നു, അത് സെൻഡ് ചെയ്യുന്നു, അത് റിഫ്ലക്ടറിൽ തട്ടി
തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. അത് ട്രാൻസ്മിറ്റർ റിസീവർ അതിനെ റിസീവ് ചെയ്യുന്നു. അത് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം അത് മെഷർ ചെയ്യുന്നു. നമുക്ക് സ്പീഡ് ഓഫ് ദി ലൈറ്റ് അറിയാം. സ്പീഡ് ഓഫ് ദി ലൈറ്റ് ഇൻറ്റു ടൈം ടേക്കൺ ഓർ ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം 2 points, ബിറ്റ്വീൻ 2 points അത് മെഷർ ചെയ്യുന്നു. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് EDM ഇൻസ്ട്രുമെൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ EDM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേസ്, അത് എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് അത് പറയുന്നുണ്ട് അതിനെപ്പറ്റി. വിസിബിൾ റേസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മൈക്രോവേവ്സ് വെച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് വേവ്സ് വെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് ഇൻഫ്രാറെഡ് റേസ് ഓൾസോ. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ വരുന്നത് കർവ്സിനെ പറ്റിയിട്ടാണ്. ഒരു ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് ട്രാൻസിഷൻ കർവ്? A transition curve in surveying is used to provide a smooth transition between a tangent section and a circular section. It gradually increases or decreases the curvature. It is often employed when a vehicle or train needs a transition from a straight path to a circular curve or vice versa. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ കർവ് എന്താണെന്ന് ആദ്യം ഈ ഒരു ഫിഗറിലൂടെ നോക്കാം. നമുക്ക് എന്താണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു റോഡ്, സ്ട്രെയിറ്റ് കർവ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, അതിനെ രണ്ടിൽ കണക്ട് ചെയ്യണം. അതായത് ഇതിൽ കൂടെ സ്ട്രെയിറ്റ് കർവ് വന്നു, ഒരു സ്ട്രെയിറ്റ് കർവ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ പെട്ടെന്ന് ഒറ്റ ഒരു അടിക്ക് നമുക്ക് ഒരു കർവ് നമുക്കിങ്ങനെ കർവ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ഓഫ് കർവ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു സർക്കുലർ കർവ്, ഡയറക്റ്റ് സർക്കുലർ കർവ് അല്ല, ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കണം. ഈ സ്ട്രെയിറ്റ് കർവിൽ നിന്ന് അടുത്ത സ്ട്രെയിറ്റ് കർവിൽ സ്മൂത്ത് ട്രാൻസിഷൻ. എങ്ങനെയാണ് ആ ട്രാൻസിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു വെഹിക്കിള് മൂവ് ചെയ്യാണ്. ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവേ ഫ്രം ദി സെൻറ്റർ. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും? ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം നമ്മളിപ്പോൾ ഈ ഒരു കർവിൽ വണ്ടി സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? വണ്ടി സ്കിഡ് ചെയ്ത് മറിയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സ്കിഡിങ് അല്ലെങ്കിൽ അതേപോലെ ഒരു ടോപ്പിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കുന്ന കർവ് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ട് കൊടുക്കണം. അതായത് ഈ സ്ട്രെയിറ്റിൽ നിന്ന് കർവിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കർവാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ എ ടാൻജന്റ് സെക്ഷൻ ആൻഡ് എ സർക്കുലർ കർവ്. രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന കർവിനെയാണ് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ ചെയ്യുകയാണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ സ്ട്രെയിറ്റിൽ നിന്ന് സർക്കുലറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ നമ്മളുടെ ട്രാൻസിഷൻ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്നത് ഒരു ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടി, ഒരു സ്മൂത്ത് ട്രാൻസിഷൻ വരാൻ വേണ്ടി. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വളരെ ഗ്രാജുവലായിട്ട്, സെൻട്രിഫ്യൂഗൽ ആക്ഷൻ വളരെ ഗ്രാജുവൽ ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കർവാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത റിവേഴ്സ് കർവ് ആണ്. റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് 2 സർക്കുലർ കർവ്സ് വിത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് സർക്കുലർ കർവ് തമ്മിൽ വരുന്നതിനാണ് റിവേഴ്സ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് എ ടാൻജന്റ് സെക്ഷൻ ബിറ്റ്വീൻ ദ 2 curves. Reverse curves are used when a significant change in alignment direction is needed. They help provide a smooth transition between 2 curves. അപ്പോൾ റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് റിവേഴ്സ് കർവ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ R1 റേഡിയസ് തന്നെ, ഇത് R2 റേഡിയസ്, രണ്ടും സർക്കുലർ കർവ്. ഇത് ഒരു R1 റേഡിയസിലുള്ള സർക്കുലർ കർവാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ റേഡിയസ്. നോക്കിക്കേ, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് വന്നിട്ട് ഇവിടെ ആയിരിക്കും R1, ആൻഡ് അടുത്തതിൻ്റെ റേഡിയസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, R2. ഓക്കെ, ഈ കർവിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, R1 ഈ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു R2. അങ്ങനെയുള്ള കർവ്സിനാണ് എന്തെന്ന് പറയുന്നത് റിവേഴ്സ് കർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും രണ്ട് സർക്കുലർ കർവ്സ് കൺസിസ്റ്റ് ഓഫ് 2 സർക്കുലർ കർവ്സ് വിത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് എ ടാൻജന്റ് സെക്ഷൻ ബിറ്റ്വീൻ 2 curves, and reverse curves are used when a significant change in alignment in direction is needed. അപ്പോൾ ആ റോഡിൻ്റെ ആ ഒരു അലൈൻമെൻ്റ്, ഒരു പെട്ടെന്നുള്ളൊരു അലൈൻമെൻറ്റ് ചേഞ്ചിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന റിവേഴ്സ് കർവ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ കർവ് നോക്കിക്കുക. ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത് ഇതാണ് ട്രാൻസിഷൻ കർവ്. ഇതാണ് ഇവിടെ ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ, ഇതാണ് സർക്കുലർ കർവ്. അപ്പോൾ ഈ വരുന്ന ഒരു സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ വരുന്നതിനെ ആദ്യം സർക്കുലർ കർവും തമ്മിൽ ജോയിൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഇനി നമുക്ക് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ EDM ആൻഡ് വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് EDM ഇൻസ്ട്രുമെൻറ്റ്സ്. 6 മാർക്കിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ EDM എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് EDM എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സർവൈങ് ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ഇലക്ട്രോണിക്കലി ബിറ്റ്വീൻ 2 പോയിന്റ്സ് ത്രൂ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ അത് സെൻഡ് ചെയ്ത് അത് റിസീവ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്കറിയാം, അതിൻ്റെ ടൈം ടേക്കൺ നമ്മൾ മെഷർ ചെയ്യും, അത് വെച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻറ്റു ടൈം ടേക്കൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EDM വെച്ചിട്ട് ഇലക്ട്രോണിക് മെഷർ ചെയ്യുന്നത്. So electromagnetic distance measurement in general is a time used method for distance measured by electronic means. In this method, instruments are used to measure distance that rely on propagation, reflection and reception of electromagnetic waves like radio waves, visible light, infrared rays. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നമുക്ക് ഇതിന് ഉപയോഗിക്കാറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് റേഡിയോ വേവ്സ് യൂസ് ചെയ്യാറുണ്ട്, മൈക്രോ വേവ്സ് യൂസ് ചെയ്യാറുണ്ട്, ഇൻഫ്രാറെഡ്, വിസിബിൾ റേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ among these waves, microwaves, infrared waves and visible light waves ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് EDM ഇൻസ്ട്രുമെൻറ്റ്സിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൈക്രോവേവ്സ് വെച്ചിട്ടുള്ളത്. മൈക്രോവേവ്സിൻ്റെ നമ്മൾ സെൻഡ് ചെയ്യുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് റിസീവറിൽ വന്ന് റിസീവ് ചെയ്യുന്നു, അങ്ങനെ മൈക്രോവേവ്സ്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേസ് വെച്ചിട്ടുള്ളതുണ്ട്, വിസിബിൾ ലൈറ്റ്സ് വെച്ചിട്ടുള്ള വേവ്സും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. സോ among these microwaves useful for distance measurement, and these waves are generated, modulated and then propagated. ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്ത് അതിനെ മോഡുലേറ്റ് ചെയ്യും, കറക്റ്റായിട്ട് നല്ല ആംപ്ലിറ്റ്യൂഡിൽ അതിനെ മോഡുലേറ്റ് ചെയ്യും. എന്നാൽ മാത്രമേ അത് പോയി തിരിച്ചു വരുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വേറെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, മോഡുലേഷൻ കുറവാണെങ്കിൽ നമുക്ക് നല്ല സിഗ്നൽസ് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് മോഡുലേറ്റ് ചെയ്യും ആൻഡ് ദെൻ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ EDM ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് കാരിയർ വേവ്. ടൈപ്പ് ഓഫ് കാരിയർ വേവ് വെച്ചിട്ട് നമുക്ക് അതിനെ ആദ്യം നമുക്ക് EDM ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മൈക്രോവേവ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, 2 ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, 3 ലൈറ്റ് വേവ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മൈക്രോവേവ് ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. ദിസ് ഇൻസ്ട്രുമെന്റ്സ് മേക്ക് യൂസ് ഓഫ് മൈക്രോവേവ്സ്. നെയിം സേസ് എന്താണ്, മൈക്രോവേവ് ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞാൽ മൈക്രോവേവ്സ് വെച്ചിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഓൾസോ നെയിംഡ് ആസ് ടെല്യൂറോമീറ്റേഴ്സ്. അപ്പോൾ അതിനൊരു ഒരു കൊമേഴ്ഷ്യൽ നെയിം ഉണ്ട്, അതിനെ വിളിക്കുന്നത് ടെല്യൂറോമീറ്റേഴ്സ് ആണ് വിളിക്കുന്നത്. ടെല്യൂറോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോവേവ്സ് ആണ്. അതിനകത്ത് ആ മൈക്രോവേവ്സിന്റെ പ്രൊപ്പഗേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ടെല്യൂറോമീറ്റേഴ്സ് ആണ് വിളിക്കുന്നത്. ദ ഇൻസ്ട്രുമെന്റ്സ് നീഡ് ഓൺലി 12 to 24 വോൾട്ട് ബാറ്ററീസ്. വളരെ ചെറിയ ബാറ്ററിയിൽ അത് വർക്ക് ചെയ്യും. 12 to 24 വോൾട്ട് ബാറ്ററീസ് മതി. ആൻഡ് ദേ ആർ ലൈറ്റ് ആൻഡ് ഹൈലി പോർട്ടബിൾ. അപ്പോൾ നമുക്കത് വേറെ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാനോ, അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് ആൻഡ് വെയിറ്റ് ആയിരിക്കും, അതുപോലെ ഹൈലി പോർട്ടബിൾ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ടെല്യൂറോമീറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡേ ആസ് വെൽ ആസ് ഇൻ നൈറ്റ്. പിന്നെ അത് ഡേയിലും നൈറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റും. മൈക്രോവേവ്സ് വലിയ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഡേയിലും നൈറ്റിലും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ഇതാണ്. ദെൻ റേഞ്ച് ഓഫ് ദീസ് ഇൻസ്ട്രുമെന്റ്സ് ഈസ് അപ് ടു 100 കിലോമീറ്റർ. നമുക്ക് ഇപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാന്ന് പറഞ്ഞു, എത്രത്തോളം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, അപ് ടു 100 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് ഈ പറയുന്നത്. ഓക്കെ. Then it consists of 2 identical units. One unit is used as master unit and other as remote unit. It needs 2 skilled persons to operate. A speech facility is provided to each operator to interact during measurements. അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേഷനും അടുത്ത സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു 50 to 100 കിലോമീറ്റർ. നമ്മൾ ഇത് തന്നെ പറഞ്ഞു റേഞ്ച് 100 കിലോമീറ്റർ വരെ പോകാമെന്ന്. അപ്പോൾ ഒരു 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു 2 സ്റ്റേഷനിൽ നിന്ന് നമുക്ക് സംസാരിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്പീച്ച് ഫെസിലിറ്റി ആവശ്യമാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടത് 2 സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത്. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന 2 യൂണിറ്റ് ആണുള്ളത്. 2 ഐഡന്റിക്കൽ യൂണിറ്റ്സ് ഉണ്ടത്. മാസ്റ്റർ യൂണിറ്റ് എന്ന് പറയും, അടുത്ത റിമോട്ട് യൂണിറ്റ് എന്ന് പറയും. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ്. ഇൻഫ്രാറെഡ് വേവ് ഇൻസ്ട്രുമെന്റ്സ്. സോ ഇൻ ദിസ് ഇൻസ്ട്രുമെന്റ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ഇൻഫ്രാറെഡ് വേവ്സ് ആർ ജനറേറ്റഡ്. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് വേവ്സ് ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസം റിഫ്ലക്ടേഴ്സ് ഉണ്ട്. അത് പ്രിസം മുകളിലിരിക്കുന്ന റിഫ്ലക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റിഫ്ലക്ടേഴ്സ് എന്ന് വെച്ചാൽ സിഗ്നൽ അവിടെ സിഗ്നൽ സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. are used at the end of the line to be measured. These instruments are light and economical and can be mounted on the theodolite. അപ്പോൾ ഇത് നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഭയങ്കര ലൈറ്റ് ആണ്, എക്കണോമിക്കൽ ആണ്, ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ക്യാൻ ബി മൗണ്ടഡ് ഓൺ എ തിയോഡലൈറ്റ്. ഒരു തിയോഡലൈറ്റിൽ നമുക്ക് മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിത്ത് ദീസ് ഇൻസ്ട്രുമെന്റ്സ് ആക്യുറസി അച്ചീവ്ഡ് ഈസ് +or-10 mm. അപ്പോൾ ഇതിന്റെ ആക്യുറസി റേഞ്ച് എന്ന് ആലോചിച്ച് നോക്കിയേ. +or-10 mm ആക്യുറസിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഈ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 100 മീറ്റർ അളന്നു കഴിഞ്ഞാൽ മാക്സിമം അതിന് വരുന്ന അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ അളന്നു കഴിഞ്ഞാൽ മാക്സിമം അതിന് വരുന്ന
ആക്യുറസി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 99 ആക്യുറസിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. റേഞ്ച് ഓഫ് ദീസ് ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞാൽ പക്ഷേ 3 കിലോമീറ്റർ ആണ്, അപ് ടു 3 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. ആൻഡ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് നോൺ ബൈ ദ നെയിം ഡിസ്റ്റോമാറ്റ്. നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആവുന്നത് ഡിസ്റ്റോമാറ്റ്. അപ്പോൾ ഡിസ്റ്റോമാറ്റ് നമുക്ക് എവിടെ കണ്ടാലും നമ്മൾ എന്ത് ബേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, എന്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, ഇൻഫ്രാറെഡ് വേവ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഡിസ്റ്റോമാറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റോമാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിസിബിൾ ലൈറ്റ് വേവ് ഇൻസ്ട്രുമെന്റ്സ്. വിസിബിൾ റേസ് വെച്ച് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ദീസ് ഇൻസ്ട്രുമെന്റ്സ് റിലൈ ഓൺ ദി പ്രൊപ്പഗേഷൻ ഓഫ് മോഡുലേറ്റഡ് ലൈറ്റ് വേവ്സ്. ഇനി ഇത് മോഡുലേറ്റഡ് ലൈറ്റ് വേവ്സ് വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആകുന്ന പേരാണ് GOD മീറ്റർ എന്ന് പറയും. GOD മീറ്റർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് സ്വീഡനിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് ഡെയിംഡ് ആസ് GOD മീറ്റർ. ആൻഡ് ഡ്യൂറിങ് നൈറ്റ് റേഞ്ച് ഈസ് അപ് ടു 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ നൈറ്റ് ലൈൻ റേഞ്ചിലുള്ളത്. അതുപോലെ 3 കിലോമീറ്റർ റേഞ്ച് ആണ് ഡേയിലുള്ളത്. ഓക്കെ, ആൻഡ് ആക്യുറസി ഓഫ് ദീസ് ഇൻസ്ട്രുമെന്റ്സ് വേരീസ് ഫ്രം 0.5 mm to 5 mm per kilometer. ഓക്കെ, അപ്പോൾ 0.5 to 5 mm per kilometer. ഒരു കിലോമീറ്ററിൽ നമ്മൾ അളന്നു കഴിഞ്ഞാൽ മാക്സിമം അതിന് വരുന്ന എറർ എത്രയാണ്? മാക്സിമം അതിന് വരുന്ന എറർ എന്ന് പറഞ്ഞാൽ 0.005 മീറ്റർ ആണ് വരുന്ന എറർ എന്ന് പറയുന്നത്. ഓർ 5 mm. 5 mm എന്ന് പറയുമ്പോൾ 0.05 to 0.0005 ഇതാണ് മീറ്റർ. ഈ ഒരു എററേ അതിന് സംഭവിക്കുള്ളൂ. ഓക്കെ, ഒരു കിലോമീറ്റർ നമ്മൾ അളന്നു കഴിഞ്ഞാൽ 5 mm അല്ലെങ്കിൽ 0.5 mm to 5 mm എറർ മാത്രമേ അതിന് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ആൻഡ് ദീസ് ഇൻസ്ട്രുമെന്റ്സ് ആർ ഓൾസോ വെരി യൂസ്ഫുൾ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. ഇതും നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി EDM ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഇറ്റ്സ് ദെയർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അത് 8 മാർക്കിനാണ് ചോദിച്ചത് അല്ലേ? സോറി 6 മാർക്സിനായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അതിനുള്ളത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ റാങ്കേജ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഫോർ സെറ്റിംഗ് ഔട്ട് സിമ്പിൾ കർവ്സ്. അപ്പോൾ അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന കർവ് സർവേലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് സിമ്പിൾ കർവ്സിൻ്റെ സെറ്റിംഗ് ഔട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ കർവ്സിനെ എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യാം? സിമ്പിൾ കർവ് എന്താ? വേറൊന്നുമില്ല. സിമ്പിൾ കർവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കർവ് എന്ന് പറഞ്ഞാൽ ഒരു ആർക്ക് ഓഫ് എ സർക്കിളാണ്. ഇപ്പോൾ ഒരു നോൺ റേഡിയസ് ഉണ്ടാവും. അപ്പോൾ അത് റേഡിയസ് ഓഫ് R. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ സിമ്പിൾ കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒറ്റ കോമൺ റേഡിയസ് ആയിരിക്കും. ഒരു യൂണിഫോം റേഡിയസ് ആയിരിക്കും സിമ്പിൾ കർവ്സിന്. വ്യത്യാസം വരില്ല. ഒരേ സിംഗിൾ ആർക്കായിരിക്കും വരുന്നത് അല്ലേ? അപ്പം അങ്ങനെയുള്ള സിമ്പിൾ കർവ്സിനെ എങ്ങനെ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാം? അപ്പോൾ അതിനാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റാങ്കേജ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കർവ് കൊടുക്കുന്നത് എന്തിനാണ്? എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റോഡ് വരുന്നുണ്ട്, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് വരുന്നുണ്ട്. ഓക്കെ, ഈ 2 റോഡിനെ എനിക്ക് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ കർവ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ സിമ്പിൾ കർവ് എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യാം ഇതാണ് പറയുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനും നമുക്ക് ഈ പറയുന്ന മോളിൽ, അതായത് ഇത് കഴിഞ്ഞ് വരുന്ന എക്സ്പ്ലെയിൻ ദി എലമെന്റ്സ് ഓഫ് എ സിമ്പിൾ കർവ്, ഇത് രണ്ടും നമുക്ക് ഈ പറയുന്ന പോലെ ഒന്ന് സിമ്പിൾ കർവിൻ്റെ എലമെന്റ്സ് പറയുന്നതാണ്, രണ്ടാമത്തത് അതെങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്ത് ചെയ്തു? രണ്ട് റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, 2 റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലേ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതൊരു പോയിന്റിലൊന്ന് മുട്ടും അല്ലേ, ഒരു പോയിന്റിലൊന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ബി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. ഓക്കെ, ഈ ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് ലൈൻ രണ്ടും കൂടി പോയി കഴിഞ്ഞാൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടം വരെയുള്ളൂ നമ്മുടെ കർവ് അല്ലേ, ഇവിടം വരെയുള്ളൂ നമ്മുടെ റോഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ ഇതിനെ T1 എന്ന് കൊടുത്തു, ഇതിന് T2 എന്ന് കൊടുത്തു. T1 T2 എന്ന് പറഞ്ഞ പോലെ തന്നെ ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ T സ്റ്റാൻഡ്സ് ഫോർ ടാൻജൻറ്റ്. കാരണം നമ്മൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കർവ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻജൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്മുടെ കർവ് വരാൻ പോകുന്നത്, ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ പോർഷൻ. അപ്പോൾ ഇതാണ് T1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? T1 ആണ് ബാക്ക് ടാൻജൻറ്റ്. ഓക്കെ, T2 ഇത് കർവ് വരുന്ന ജോയിൻ ചെയ്യുന്ന പോർഷനാണ് അല്ലേ. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് എൻഡ് പോയിന്റ്. അപ്പോൾ ഇതാണ് ഫോർവേഡ് പോയിന്റ് അല്ലേ. ഇപ്പോൾ T2 എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെന്ന് പറയുന്നു? ഫോർവേഡ് ടാൻജൻറ്റ്. ഓക്കെ, ഫോർവേഡ് ടാൻജൻറ്റ് ആൻഡ് ബാക്ക്വേർഡ് ടാൻജൻറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. അപ്പോൾ എനിക്ക് ഈ പോയിന്റ് അറിയാം, അതുപോലെ തന്നെ ഈ T1 എന്ന് പറഞ്ഞ പോയിന്റ് അറിയാം, B എന്ന് പറയുന്ന പോയിന്റും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം അതിനെന്തെന്ന് വിളിക്കാം? നമുക്ക് BT1 അറിയാം, അതുപോലെ തന്നെ BT2ഉം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, BT1ഉം BT2ഉം കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്തത് ഞാൻ ഈ രണ്ട് പോയിന്റും ഞാൻ കണക്ട് ചെയ്യണം. ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്യുന്നതിന് ഞാൻ വിളിക്കുന്ന പേരാണ് ലോങ് കോഡ് എന്ന് വിളിക്കും. T1 T2 എന്ന് പറഞ്ഞ പോയിന്റ് ലോങ് കോഡാണ്, ലോങ് കോഡ്. ഓക്കെ, ലോങ് കോഡ്. സോ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിനകത്തുനിന്ന് ഒരു കർവ് എന്ത് ചെയ്യുക? സിമ്പിൾ കർവ് സെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സോ ഞാനിവിടെ ഒരു ടേം കൊണ്ടുവരാണ്. ദെൻ ഈ രണ്ട് ആംഗിൾസ്, ഈ രണ്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുന്ന ഇന്റർസെക്ഷൻ ആംഗിളിന് I എന്ന് മാർക്ക് ചെയ്തു. I എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ആംഗിളാണ് അല്ലേ. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ പോയി ഇരിക്കട്ടെ, ഇങ്ങനെ പോയി സ്ട്രെയിറ്റ് ഇങ്ങനെ പോവാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇതിന് ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിളാണ് അല്ലേ. ഇത് ഇങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഇതിനെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് വിളിക്കുന്നത്, ഡെൽറ്റ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഓക്കെ, നൗ ഞാൻ ഈ T1 T2 പോയിന്റ് വരച്ചല്ലോ, ലോങ് കോഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു T1 T2. ഇനി എനിക്കിതിനെ ഓരോന്നിനും ചെയിനിച്ചെടുക്കുവാണ്. ഇപ്പോൾ ഇതിനൊരു റേഡിയസ് ഉണ്ടാവില്ല, ഇതൊരു കർവാണ്. അപ്പോൾ ഇതിനൊരു റേഡിയസ് ഉണ്ടാവുമല്ലോ. ആ റേഡിയസ് ഞാൻ ഇപ്പം കർവ് വരയ്ക്കുന്നില്ല, ഞാനിപ്പോൾ ഒരു റേഡിയസ് വരയ്ക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഡിയസ് നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഈ റേഡിയസിന് ഏകദേശം 6/10 ഡിസ്റ്റൻസ്, റേഡിയസ് ഇപ്പോൾ ഒരു 100 മീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ റേഡിയസ് ഒരു 200 മീറ്റർ ആണെങ്കിൽ 200/10 21/10 20 മീറ്റർ അല്ലേ. 20 മീറ്റർ ഡിസ്റ്റൻസ് ഓരോന്ന് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ 20, ഇത് 20, ഇത് 20, 20 അങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ ഈ ഡിവൈഡ് ചെയ്ത ഓരോ പോർഷൻ ചെയ്യുന്നു. ഇപ്പോൾ ലെറ്റ്സ് സേ ദിസ് ഈസ് B1, ദിസ് ഈസ് B2, B3, B4 ഇങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഞാൻ എങ്ങോട്ട് വരയ്ക്കുകയാണ്? ഈ പറയുന്ന BT1 എന്ന് പറയുന്ന ഈ ലൈനിലേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, വരച്ചതിന് ശേഷം എന്ത് ചെയ്തു? എനിക്കിവിടെ ഞാൻ ഈ T1 എന്ന് പറയുന്ന സ്റ്റേഷനിൽ എന്ത് ചെയ്തു? T1 എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഞാനൊരു തിയോഡലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ ആംഗിൾ ഞാൻ മെഷർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഈ പോയിന്റിലേക്ക് ഞാൻ ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ വരച്ചപ്പോൾ അതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് ഈ പോയിന്റിൽ എനിക്ക് എന്ത് കിട്ടി? ഈ പോയിന്റിലാണ് എനിക്ക് ആംഗിൾ വരുന്നത്. സോ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എന്ത് കിട്ടി എനിക്ക്? ഇതുപോലെ ഞാൻ ഈ വരച്ചിരുന്നുണ്ടോ, ഞാൻ ഇങ്ങോട്ട് ആദ്യം ഒരു ലൈൻ വരച്ചു. ഈ ഒരു പോയിന്റിൽ നിന്ന് ആദ്യം തിയോഡലൈറ്റിൽ നിന്ന് വരച്ചു. സോ തിയോഡലൈറ്റിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റ് ഇത് കട്ട് ചെയ്ത പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ Δ1 അല്ലേ. അതായത് മെയിൻ ലൈനിൽ നിന്ന് ഇത്രയും ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ആംഗിൾ എത്ര വരും? മെയിൻ ലൈനിൽ ഇത്രയും ഡിഫ്ലക്ട് ചെയ്തപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു മെയിൻ ലൈൻ Δ1 ഡിഫ്ലക്ഷൻ ആംഗിളാണ്. സിമിലർലി ഞാൻ എന്ത് ചെയ്തു?
ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് എടുത്തു. ഈ ആംഗിൾ എത്ര വരും, Δ2. സിമിലർലി ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഒരു പോയിന്റ് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ പോയിന്റ് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇത്രയും കിട്ടി. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഇവിടെ നിന്ന് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ആദ്യം കിട്ടിയ പോയിന്റ് ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്, ഞാനിങ്ങനെ ഇവിടെ തിയോഡലൈറ്റ് സെറ്റപ്പ് ചെയ്ത് ഓരോന്നിനും ഡിഫ്ലക്ഷൻ ആംഗിൾ ഇങ്ങനെ മെഷർ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ എന്തായിരുന്നു, ഓരോ പോയിന്റ്സ് കിട്ടി. ഈ പോയിന്റ്സ് ഇങ്ങനെ ഞാൻ കണക്ട് ചെയ്യാണ്. ഈ പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, അവിടെ നമുക്ക് കർവ് കിട്ടും. അതാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഈ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം നമുക്ക് ഈ 2 ലൈൻ വരച്ചു. നമുക്ക് പോകേണ്ടത് ഇത് T1 T2 എന്ന് മാർക്ക് ചെയ്ത ലൈൻ, ഇത് ലോങ് കോഡ് വരച്ചു. ലോങ് കോഡിൽ നിന്ന് എന്ത് ചെയ്തു, ലോങ് കോഡിൽ നിന്ന് ഓരോ ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ഡിസ്റ്റൻസ് വെച്ചിട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് തിയോഡലൈറ്റ് വെച്ച് ആംഗിൾസ് മെഷർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് കിട്ടി, Δ2. രണ്ടാമത്തെ ഇത് നോക്കിയേ, ഇങ്ങോട്ടാണ് കിട്ടിയത്, ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ലൈൻ ഓഫ് സൈറ്റ് എടുത്തു. അപ്പോൾ ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഈ ലൈനിൽ നിന്ന് ഇത്രയും ഡിഫ്ലക്റ്റ് ചെയ്താണ് പോകുന്നത്. മൂന്നാമത് വന്നപ്പോഴത്തേക്കും മെയിൻ ലൈൻ ഇത്രയും ഡിഫ്ലക്റ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ Δ1, Δ2, Δ3. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് എവിടെയൊക്കെയാണ് കിട്ടിയത്, ഫസ്റ്റ് കിട്ടിയ പോയിന്റ് ഇവിടെ, ദെൻ സെക്കൻഡ് കിട്ടിയത് ഇവിടെ 3. ഓക്കെ, അപ്പോൾ ഇത് 3 നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്ത് ഒരു സിമ്പിൾ കർവാക്കി മാറ്റി. അതാണ്, ഇങ്ങനെയാണ് റാങ്കേജ് മെത്തേഡ് ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഫോർ സെറ്റിംഗ് ഔട്ട് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ T1 T2 മാർക്ക് ചെയ്തു. ദെൻ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ രണ്ടും മാർക്ക് ചെയ്തു. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാർക്ക് ചെയ്തു. ദെൻ അവിടുത്തെ ഇന്റർസെക്ഷൻ ആംഗിൾ മാർക്ക് ചെയ്തു, ഡിഫ്ലക്ഷൻ ആംഗിൾ മാർക്ക് ചെയ്തു. ദെൻ അവിടുത്തെ റേഡിയസ് മാർക്ക് ചെയ്തു. റേഡിയസ് മാർക്ക് ചെയ്തതിന് ശേഷം ലോങ് കോഡ് വരച്ചു. പിന്നെ ആ ലോങ് കോഡ് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ചെയിനേജ് വെച്ച് 20 മീറ്റർ ചെയിനേജിൽ അതിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിനെ നിന്ന് പെർപെൻഡിക്കുലർ ഇറക്ട് ചെയ്തിട്ട് അതിനകത്ത് തിയോഡലൈറ്റ് വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്തു. ഡിഫ്ലക്ഷൻ ആംഗിൾസ് ഒബ്റ്റെയിൻ ചെയ്തു. ഓരോ ഡിഫ്ലക്ഷൻ ആംഗിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നിൻ്റെയും പോയിന്റ്സ് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സെറ്റിംഗ് ഔട്ട് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ കർവ് നമുക്ക് അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, സെറ്റിംഗ് ഔട്ട് ഓഫ് എ സിമ്പിൾ കർവ്. ഓക്കെ, ഇനി ഇവിടെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ നമ്മൾ പറഞ്ഞു, ഈ ഡെൽറ്റ. അപ്പോൾ സോ ഇവിടെ വരുന്ന ആംഗിൾസ് എന്താ തന്നെയായിരിക്കും, ഇതും ഡെൽറ്റ തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിമ്പിൾ കർവിൻ്റെ എലമെന്റ്സും കൂടി ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇത് തന്നെയാണ്. ഒന്ന് T1 T2 മാർക്ക് ചെയ്തത്. T1 എന്ന് പറഞ്ഞാൽ ബാക്ക് ടാൻജന്റ് ആണ്. ദെൻ പോയിന്റ് ഓഫ് കർവ്. ഓക്കെ, ഇപ്പോൾ പോയിന്റ് ഓഫ് കർവ് എന്ന് പറയുന്നത് ബാക്ക് ടാൻജന്റിലേക്കുള്ള ഇതാണ്, പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി കർവ് ആണ് പോയിന്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി കർവ് ആണ് പോയിന്റ് ഓഫ് കർവ്. അതുപോലെ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറഞ്ഞാൽ എൻഡിങ് പോയിന്റ് ഓഫ് ദി കർവ് ആണ് പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടാൻജന്റ് ലെങ്ത് പറഞ്ഞു. ടാൻജന്റ് ലെങ്ത് ഈ ഒരു കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പറഞ്ഞ പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അത് ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ എത്രത്തോളം ഈ പറയുന്ന 2 ലൈൻസും എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട് അതിന്റെ ആംഗിളാണെന്ന് ഡിഫ്ലക്ഷൻ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ സെൻട്രൽ ആംഗിൾ ഉണ്ട്. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കർവാണ്. അപ്പോൾ ഇതിന്റെ റേഡിയസ് നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ റേഡിയസ് ഇത് ഒരു സെൻട്രൽ പോയിന്റിൽ മുട്ടും. സോ അതിന് റേഡിയസ് O എന്ന് പറയുന്ന റേഡിയസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ റേഡിയസ് 6 മാർക്ക് ചെയ്തു. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത്ര തന്നെയാണ്, ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ Δ/2 ആൻഡ് Δ/2. ഇവിടെ Δ/2 വരും, ഇവിടെയും Δ/2 വരും. ഓക്കെ, പിന്നെ ഓർഡിനേറ്റ്സ്, ഈ ഒരു മിഡ് ഓർഡിനേറ്റും അതുപോലെ തന്നെ മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കർവിൽ നിന്ന് ഈ കർവ് പോയിന്റിൽ നിന്ന് ലോങ് കോഡിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ഇത്രയാണ് നമുക്ക് ഇവിടെ വരുന്ന. അപ്പോൾ ഓരോ നോക്കാം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എത്ര എന്താ പറഞ്ഞത്, മാർക്സ് പോയിന്റ് വരുന്ന ബാക്ക് ആൻഡ് ഫോർവേഡ് ടാൻജൻസ് ഇന്റർസെക്ട്. നമ്മൾ ബാക്ക്വേർഡ് ടാൻജന്റും ഫോർവേഡ് ടാൻജന്റും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതിനാണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. 2 ഇന്റർസെക്ടിങ് ആംഗിൾ, ഇത് നമ്മൾ ഈ പറയുന്ന ബാക്ക്വേർഡ് ടാൻജന്റും ഫോർവേഡ് ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് ആംഗിൾ ഇന്റർസെക്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയസ് എന്താണ്, റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കിൾ വിച്ച് ദി കർവ് ഇസ് ആൻ ആർക്ക്. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ
നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സർക്കിളായിട്ട് മാറും. അപ്പോൾ അതിനൊരു റേഡിയസ് ഉണ്ട്, അതാണ് ആർ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലർ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. സർക്കുലർ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കർവേച്ചർ. രണ്ടാമത്തെ പോയിന്റ് ഓഫ് ടാൻജൻസി. എവിടെയാണോ കർവ് എൻഡ് ചെയ്യുന്നത്, എൻഡ് ഓഫ് ദി കർവ് ആണ് പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി കർവ് ആണ്. ദെൻ അടുത്ത ലെങ്ത് ഓഫ് ദി കർവ്. ലെങ്ത് ഓഫ് ദി കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ലെങ്ത് ഓഫ് ദി കർവ്. ഇതാണ് ലെങ്ത് ഓഫ് ദി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് ഓഫ് ദി കർവ്, the distance from PC to PT measured along the curve. ഇനി ടാൻജൻസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ഇസ് ഡിസ്റ്റൻസ് along the tangents from PI to PC or PC to PT. അതായത് ഒന്നല്ലെങ്കിൽ PI to PC, PI to PC ആയിരിക്കും. ഒന്നല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, പോയിന്റ് ഓഫ് കർവിൽ നിന്നും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നും പോയിന്റ് ഓഫ് ടാൻജൻസിയിലുള്ള ഡിസ്റ്റൻസ്. അതാണ് ടാൻജന്റ് ലെങ്ത് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് സെൻട്രൽ ആംഗിൾ ഡെൽറ്റനെ പറ്റി പറഞ്ഞു. സെൻട്രൽ ആംഗിൾ ഇസ് ആംഗിൾ ഫോംഡ് ബൈ ദി ടു റേഡിയൈ ഫ്രം സെന്റർ ഓഫ് ദി സർക്കിൾ ടു ദി PC and PT. സെൻട്രൽ ആംഗിൾ ഇസ് ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ഇന്റർസെക്ഷൻ ആംഗിൾ. ദെൻ ലോങ് കോഡ്. ലോങ് കോഡ് എന്ന് പറഞ്ഞാൽ ലോങ് കോഡ് ഈസ് എ കോഡ് ഫ്രം PC to the PT. നമ്മൾ വരച്ചായിരുന്നു ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന കോഡാണ് ലോങ് കോഡായിട്ട് പറയുന്നത്. പിന്നെ എക്സ്റ്റേണൽ ഡിസ്റ്റൻസ്. എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? PI ടു മിഡ് പോയിന്റ് ഓഫ് ദി കർവ്. അതായത് PI പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്നും മിഡ് പോയിന്റ് ഓഫ് ദി കർവിലേക്ക് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ മിഡ് ഓർഡിനേറ്റ് എന്താണ്? ആ പോയിന്റ് ഓഫ് കർവിൽ നിന്നും ലോങ് കോഡിലേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? M എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് കോഡിലേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസ്. അപ്പം ലോങ് കോഡിനത് ബൈസെക്ട് ചെയ്യും. ഓക്കെ, ഡിഗ്രി ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് ആസ് ദി ഷാർപ്നെസ് ഓർ ഫ്ലാറ്റ്നെസ് ഓഫ് ദി കർവ്. എത്രമാത്രം ഡിഗ്രി ആയിട്ട് ടേൺ ചെയ്യുന്നുണ്ട്, അതാണ് ഡിഗ്രി ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ്. സോ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് കണ്ടു. ജസ്റ്റ് ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കർവ് ഉണ്ട്. ആ രണ്ട് കർവും എന്ത് ചെയ്തു? രണ്ട് കർവ് നമ്മൾ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന പോയിന്റ്. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് I എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ ആംഗിളെല്ലാം മാർക്ക് ചെയ്തു, T ഇതെല്ലാം മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് ലോങ് കോഡ് വെച്ച് രണ്ടും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഡിസ്റ്റൻസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ തിയോട്ടലൈറ്റ് വെച്ച് അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്തു. ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഓരോന്നിലും എത്രമാത്രം ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട് എന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്തു? ഡിഫ്ലക്ഷൻ ആംഗിൾ വെച്ചിട്ട് നമ്മൾ ആ സിമ്പിൾ കർവ് സെറ്റ് ഔട്ട് ചെയ്തു. അതാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ സ്റ്റേഷൻ സർവേ. ഇപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്നതാണ്. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ദി ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെന്റിന് തമ്മിലൊരു കോമ്പിനേഷനാണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു മൈക്രോ പ്രോസസർ ഉണ്ട്, ഒരു ഇലക്ട്രോണിക് ഡാറ്റ കളക്ടർ ഉണ്ട്, പിന്നെ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ദ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാം, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാം, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത്. സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു മൈക്രോ പ്രോസസർ ഉണ്ട്, പിന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്, ഒരു ഇലക്ട്രോണിക് ഡാറ്റ കളക്ടർ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇത് വെച്ച് നമുക്ക് ഒരു നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡാറ്റാസ് എല്ലാം നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫീൽഡ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് വെരി ഫാസ്റ്റ്. നമുക്ക് വളരെ സ്പീഡായിട്ട് നമുക്ക് ഫീൽഡ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യാം. കാരണം നമുക്ക് ഒരു തിയോഡലൈറ്റ് വെച്ചിട്ടോ അതുപോലെ തന്നെ ഒരു ലെവലിംഗ് വെച്ചിട്ടോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര 100 times ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. ആക്യുറസി എന്ന് പറഞ്ഞാൽ അതും വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഒരു മാനുവലി പോയി അളക്കുന്നതിനേക്കാളും ആക്യുറസിയിൽ നമുക്ക് കിട്ടും. കാരണം ചെയിനും ടേപ്പും ഒക്കെ കാലക്രമേണ പല രീതിയിലുള്ള എറേഴ്സും സംഭവിക്കാം. അപ്പോൾ അതിനെല്ലാം മറികടക്കാനായിട്ട് നമ്മുടെ തിയോഡലൈറ്റിന് സാധിക്കും. ആൻഡ് മാനുവൽ എറേഴ്സ് ഇൻവോൾവ് ഇൻ റീഡിംഗ് ആൻഡ് റെക്കോർഡിംഗ് എലിമിനേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം മാനുവൽ എറേഴ്സ് നമുക്ക് അതിനകത്ത് ഇപ്പോൾ മാനുവലി നമ്മളിപ്പോൾ ഒരു ലെവൽ നോക്കുമ്പോൾ അയാളുടെ ഐസൈറ്റ് മുതൽ പ്രശ്നമായി ഹ്യൂമൻ എറേഴ്സ് സംഭവിക്കാം. ഒരാളുടെ ഐസൈറ്റ് പറ്റില്ല വേറൊരാളുടെ ഐസൈറ്റ്. അപ്പോൾ അത് വഴി തന്നെ നമുക്ക് പല എറേഴ്സ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ മാനുവൽ എറേഴ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് കാൽക്കുലേഷൻ ഓഫ് കോർഡിനേറ്റ് ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ്. കോർഡിനേറ്റ്സിൻ്റെ കാൽക്കുലേഷനൊക്കെ വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ പ്രഷറിൻ്റെ ഒക്കെ കറക്ഷൻ ഓട്ടോമാറ്റിക്കലി ചെയ്യാം. Then computers can be employed for map making and plotting contour and cross sections. Contour intervals and scales be changed in no time. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്ത് നമുക്ക് മാപ്പ് അതുപോലെ ഇതെല്ലാം നമുക്ക് കോണ്ടൂഴ്സ് ഒക്കെ നമുക്ക് ക്രോസ് സെക്ഷനിങ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് എവിടെയാണ്?
നമുക്ക് ഡീറ്റെയിൽഡ് സർവേ നമുക്ക് എവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം, ആസ് വെൽ ആസ് മാപ്പ് ഉണ്ടാക്കുന്ന മാപ്പിൻ്റെ നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ സർവേസ് അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സർവേസും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ട്രാവേഴ്സ് സർവേ യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു. ഹൈറ്റ് മെഷർമെൻറ്റ് പോസിബിൾ ആണ്. ആപ്ലിക്കേഷൻസ് റിമോട്ട് എലിവേഷൻ മെഷർമെൻറ്റ് REM എന്ന് പറഞ്ഞാൽ, അതായത് റിമോട്ട് എലിവേഷൻ മെഷർമെൻറ്റ്, അതായത് ഒരു റിമോട്ട് നമുക്കിപ്പോൾ ഒരു വലിയൊരു ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ വലിയൊരു മൗണ്ടൻ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവിടെ മാനുവലി പോയി അളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു റിമോട്ട് ഏരിയയിലാണ്. അപ്പോൾ എന്ത് വേണം, നമുക്ക് ഈ പറയുന്ന REM എന്ന് പറയുന്ന മോഡ് ഉണ്ട് ടോട്ടൽ സ്റ്റേഷനിൽ. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹൈറ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ സിംഗിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഫിക്സിംഗ് ഓഫ് മിസ്സിംഗ് പില്ലേഴ്സ് ഓർ സെറ്റിംഗ് ഔട്ട് ഓർ സ്റ്റേക്ക് ഔട്ട്. ഇനിയും ഈ പറയുന്ന പോലെ സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ചെയ്യാം. റിസെക്ഷൻ ചെയ്യാൻ പറ്റും. റിസെക്ഷൻ എന്ന് പറയുന്ന ഒരു സർവേയുടെ ഒരു പാർട്ടാണ് റിസെക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ചെയ്യാം. ഏരിയ കാൽക്കുലേഷൻ ചെയ്യാം, റിമോട്ട് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ചെയ്യാം, ഓർ മിസ്സിംഗ് ലൈൻ മെഷർമെൻറ്റ്. ഇതെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോഡ്യൂൾ 4 നിന്ന് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും നമുക്ക് എക്സ്റ്റെൻസീവായിട്ട് കുറച്ച് സമയം പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിമ്പിൾ കർവിൻ്റെ സെറ്റിംഗ് ഔട്ടാണ്, റാങ്ക് ആൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഡിഫ്ലക്ഷൻ ആംഗിൾ വെച്ചിട്ട് എങ്ങനെ സെറ്റിംഗ് ഔട്ട് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ അതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് സിമ്പിൾ കർവ് അത് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.